എല്ലാവർക്കും സ്വാഗതം. 50 ഹോട്ട് ടോപ്പിക്സിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കുന്നത് തീര സമതലമാണ് കേട്ടോ. ന്യൂ SCERT ആയിട്ട് തീരസമതലത്തിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പുതിയ SCERTയിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഓരോ വരികളും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് നോക്കാം. നമ്മുടെ തീരസമതലത്തെ കുറിച്ചിട്ട് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ, ഇന്ത്യയിലാണ്. ആ തീരസമതലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തീരസമതലം എന്താണ്? ഏറെ ജനനിബിഡമാണ്. എന്താ ജനനിബിഡം പറഞ്ഞാൽ? ഏറെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ് ഇത് തീരസമതലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനവാസത്തിന് അനുയോജ്യമായിട്ടുള്ള ഘടകം, ജനങ്ങൾ താമസിക്കണമെങ്കിൽ അവിടെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിരിക്കണം അല്ലേ? അതെന്താണ്? കാരണം ഭൂപ്രകൃതി സമതലമാണ്, അതിനനുസരിച്ചിട്ടുള്ള കാലാവസ്ഥയുണ്ട്, അവിടെ നല്ല ജലലഭ്യതയുണ്ട്, തൊഴിൽ സാധ്യതയും ഉണ്ട്. ഈ 4 കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് വരിക. മനസ്സിലായോ? അപ്പോൾ തീരസമതലങ്ങളില് ജനവാസത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സമതലമായിട്ടുള്ള ഭൂപ്രകൃതി അല്ലേ, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, തൊഴിൽ സാധ്യത. ഇനി താഴ്ത്തപ്പെട്ട തീരവുമുണ്ട്, ഉയർത്തപ്പെട്ട തീരവുമുണ്ട്. തീരപ്രദേശങ്ങളിൽ ഉദ്ധാനം പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ, ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, ഉദ്ധാനം പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരപ്രദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എമർജ്ഡ് കോസ്റ്റ്? എന്താണ് ഉദ്ധാനം? തീരപ്രദേശങ്ങളില് ഉദ്ധാനം പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം എന്ത് ചെയ്യും? ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. തീരദേശത്തെ കരഭാഗം ട്ടോ, തീരദേശത്തെ ഏതു ഭാഗമാണ് ഇവിടെ? കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് എന്ത് ചെയ്യും? താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് കടൽ എന്ത് ചെയ്യും? കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് അവതലനം? അവതലനം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ, ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ കരഭാഗം താഴുകയാണ്. അപ്പൊ ജലനിരപ്പ് എന്ത് ചെയ്യും? ഉയരും അല്ലെ? ഇവിടെ എന്താ? ജലനിരപ്പ് താഴുകയാണ് അല്ലെ? ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഒരു കാര്യം പഠിക്കുക, ഉദ്ധാനം മാത്രം പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സബ്സിഡൻസ് എന്നും കൂടിയിട്ട് നോക്കി വെക്കുക കേട്ടോ. ഒന്ന് പഠിക്കുക, രണ്ടും കൂടി പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആകും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്താണ്? അപ്ലിഫ്റ്റ്മെന്റ് മാത്രം, അതായത് ഉദ്ധാനം മാത്രം നോക്കിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അവതലനം എന്ന് കൂടിയിട്ട് പഠിച്ചു വെക്കാം. ഇനി ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഏതാണ്? ഒന്ന് പടിഞ്ഞാറൻ തീരസമതലവും 2 കിഴക്കൻ തീരസമതലവും. വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, പടിഞ്ഞാറൻ തീരസമതലത്തിനെ വ്യക്തമായി പഠിച്ചിട്ട് കിഴക്കൻ തീരസമതലത്തിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് പടിഞ്ഞാറൻ തീരസമതലം? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. പ്രീവിയസ് ചോദ്യമാണ്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ, ഈ വാക്ക് ശ്രദ്ധിക്കണം, ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. എവിടേക്കൊക്കെയാണ്? ഉപദ്വീപീയ പീഠഭൂമിക്കും, മറക്കരുത്, ഉപദ്വീപീയ പീഠഭൂമിക്കും, പിന്നെ എവിടെയാണ്? പടിഞ്ഞാറാകുമ്പോൾ ഏതായിരിക്കും? അറബിക്കടലായിരിക്കും അല്ലെ? അറബിക്കടലിനും ഇടയിൽ ഇടുങ്ങിയ പ്രദേശം. ഗുജറാത്തിലെ കച്ച് മുതൽ, ഓരോന്നായിട്ട് പഠിച്ചു വെക്കണം. പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ചോദിക്കുമ്പോൾ 4-5 ഓപ്ഷൻ ഒക്കെ തരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഒന്ന് പഠിച്ചോ, ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു അല്ലെ? ഇങ്ങനെ ഈ ഭാഗമാണ് അല്ലെ? ഈ ഭാഗമാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എവിടെയാണ്? ഇവിടെ ആയിട്ടാണ് വരിക അല്ലെ? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 1840 കിലോമീറ്റർ നീളമാണ്. വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. തീരത്തോട് കാണപ്പെടുന്ന കായലുകൾ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പൊ കായലുകൾ, ഇതാണ് ഈ ഒരു ചോദ്യമാണ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ഉള്ളത്. അതായത് കായലുകൾ കാണപ്പെടുന്നത് ഏത് തീരസമതലത്തിലാണ്? കായലുകൾ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കേട്ടോ. കായലുകൾ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അപ്പൊ എന്തൊക്കെയാണ് പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് പഠിച്ചത്? ഉപദ്വീപീയ പീഠഭൂമി
സമഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. 1. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. 2. നീളം 1840 കിലോമീറ്റർ, വീതി 10 to 15 കിലോമീറ്റർ ഇടയില്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. കായലുകൾ കാണപ്പെടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഗുജറാത്ത് തീരമെന്നും കൊങ്കൺ തീരമെന്നും മലബാർ തീരമെന്നും. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ മൂന്നും വരുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അതിൽ നമുക്ക് ഗുജറാത്ത് എന്താണ്, കൊങ്കൺ എന്താണ്, മലബാർ എന്താണെന്ന് നോക്കാം. ഗുജറാത്ത് തീരസമതലം എന്ന് പറയുമ്പോൾ റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് ഗുജറാത്ത് തീരസമതലം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഗുജറാത്തിലെ കച്ച് മുതൽ എന്ന് പറയുമ്പോൾ ഈ പ്രദേശങ്ങളായിട്ടാണ് വരിക. അപ്പൊ ഇവിടെ റാൻ ഓഫ് കച്ചിലെ റാൻ ഓഫ് കച്ച് പ്രദേശവും പിന്നെ കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ തീരസമതലം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗുജറാത്ത് തീരസമതലം രൂപം കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ്? സബർമതിയുടെയും മാഹിയുടെയും ട്ടോ. ചെറുതും വലുതുമായ ദ്വീപ്, ഉപദ്വീപ്, കടലിടുക്കുകൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റച്ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളും എല്ലാം ഗുജറാത്ത് തീരസമതലത്തിന്റെ പ്രത്യേകതയാണ്. പഠിച്ചോളണം, ഈ ക്ലാസ് തന്നെ പഠിച്ചോളണം. ഗുജറാത്ത് തീരസമതലത്തിന്റെ പ്രത്യേകത റാൻ ഓഫ് കച്ച് മുതൽ ഇവിടെ ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശം ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്? ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ട്ടോ. ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് പടിഞ്ഞാറ്, അതായത് പടിഞ്ഞാറ് തീരസമതലത്തിന്റെ ഭാഗമായ ഗുജറാത്ത് തീരസമതലം. 1. പിന്നെ ഏതൊക്കെ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് രൂപം കൊണ്ടത്? സബർമതിയുടെയും മാഹിയുടെയും. 2. പിന്നെ ഈ ഗുജറാത്ത് തീരസമുദ്രത്തിൽ എന്തൊക്കെ കാണാൻ കഴിയും? ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളുണ്ട്, ഉപദ്വീപുകളുണ്ട്, കടലിടുക്കുകളുണ്ട്, ചതുപ്പ് നിലങ്ങളുണ്ട്, വേലിയേറ്റ ചാലുകള്, കുന്നുകള്. പിന്നെ കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന കടൽത്തീരമാണ് ഏത്? അലാങ്. പ്രീവിയസ് ചോദ്യമാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന കടൽത്തീരം ഏതാണ്? അലാങ്. അതും ഗുജറാത്ത് കടൽത്തീരത്തിന്റെ ഭാഗമാണ്. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളാണ് ഏത്? സൂററ്റ്, വഡോദര ട്ടോ. പരുത്തിത്തുണി വ്യവസായ, ചിലപ്പോൾ ഇത് മാത്രം വരാം, ഈ ഒരു വൺ വേർഡ് മാത്രം വരാം. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് സൂററ്റ് ആൻഡ് വഡോദര. മത്സ്യബന്ധന ഹാർബർ ആണ് ഏത്? വെരാവല്. ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറം, നിരവധിയായ ഉപ്പുപാടങ്ങളും എല്ലാം ഗുജറാത്തിന്റെ തീരസമുദ്രത്തിന്റെ ജനജീവിതത്തിനെ അടയാളപ്പെടുത്തലാണ്. ഇനി നമുക്ക് രണ്ടാമത് കൊങ്കൺ തീരം പഠിക്കാം. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഏകദേശം 500 കിലോമീറ്റർ ആണ് നീളം. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. കൊങ്കൺ തീരത്തിന്റെ വടക്കുഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്കുഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. ക്ലിഫ്, ദ്വീപ്, ബീച്ച് തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയാണ് ഇവിടുത്തെ കാലാവസ്ഥ. നാവഷേവ, അതായത് നവി മുംബൈ, മോർമു ഗാവോ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങൾ. അപ്പൊ പഠിച്ചോളണം. പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ് നാവഷേവ തുറമുഖവും മോർമുഖാവോ തുറമുഖവും. മാൽപേ മത്സ്യബന്ധന ഹാർബർ, കപ്പൽ നിർമ്മാണശാല, ടൂറിസം കേന്ദ്രങ്ങൾ, അതുപോലെ വ്യവസായ കേന്ദ്രങ്ങൾ എല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ നാളെ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, മാൽപേ മത്സ്യബന്ധന ഹാർബർ സ്ഥിതി ചെയ്യുന്ന കടൽ തീരം ഏത് എന്ന് ചോദിച്ചാൽ ഏത് തീരസമതലത്തിലാണ് എന്ന് ചോദിച്ചാൽ ഏത് തീരസമതലത്തിലാണ് മാൽപേ മത്സ്യബന്ധന ഹാർബർ എന്ന് ചോദിച്ചാൽ ഏതിലേതും? കൊങ്കൺ തീരസമതലത്തിലാണ്. അപ്പൊ കൊങ്കൺ തീരസമതലത്തിന്റെ പ്രത്യേകത ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്നു. 500 കിലോമീറ്റർ നീളം. എത്രയാണ്? 500 കിലോമീറ്റർ. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ കൊങ്കൺ തീരസമതലം ഇടുങ്ങിയതാണ്. അതേപോലെ കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗം ട്ടോ, ഈ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരമാണ്. എന്നാൽ തെക്കു ഭാഗം
പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരമാണ്. വടക്ക് മണലും തെക്ക് പാറക്കൂട്ടങ്ങളും. ക്ലിഫുകളുണ്ട്, ദ്വീപുകളുണ്ട്, ബീച്ചുകളൊക്കെ കാണപ്പെടുന്നു. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയാണ് ഇവിടുത്തെ കാലാവസ്ഥ. നാവഷേവ തുറമുഖവും മോർമുഗാവോ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ എല്ലാം കൊങ്കൺ തീരത്തിന് ഒരുപാട് സാമ്പത്തികം കിട്ടുന്ന മേഖലകളാണ്. നെക്സ്റ്റ് വൺ മലബാർ തീരസമതലം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. അപ്പോ കൊങ്കൺ തീരത്തിനേക്കാൾ വിസ്തൃതി ഏതിനാണ്? മലബാർ തീരത്തിനാണ്. കൊങ്കൺ ഇവിടെ ഉണ്ട്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്തിന്. ക്ലിഫുകൾ, കടൽത്തീര സ്തംഭം, ബീച്ച്, അഴിമുഖം, പൊഴികൾ തുടങ്ങിയ നിരവധി തീര ഭൂരൂപങ്ങൾ മലബാർ തീരത്തിന് കണ്ടുവരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പശ്ചിമഘട്ട മലനിരകൾ പഠിച്ചു, കൊങ്കൺ തീരം. അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോരോ പോയിന്റുകൾ അത് എടുത്തു പഠിക്കണം. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ഒരു ജസ്റ്റ് ഒരു വൺ വേർഡ് ചോദ്യമായിരിക്കും. ഏത് തീരസമൂഹത്തിൽ കാണപ്പെടുന്നു പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ വിയർക്കും. ആ ഒരു അവസ്ഥ വരരുത്. നേരത്തെ പറഞ്ഞു മാൽപേ മത്സ്യബന്ധന ഹാർബർ എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? കൊങ്കൺ തീരത്താണ്. പഠിച്ചു വെക്കണം. അലാങ് കടൽ തീരം എവിടെയാണ്? അത് ഗുജറാത്ത് തീരസമതലത്തിലാണ്. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ. വേമ്പനാട്ട് കായലൊക്കെ ഇതിന്റെ പ്രധാനമാണ്. കായലുകളും തടാകങ്ങളും കനാൽ വഴി ബന്ധിച്ച ജലഗതാഗതം സാധ്യമാക്കുന്നു. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ജലഗതാഗതത്തിന് യോഗ്യതയാണ് അല്ലെ. NW3 നമ്മൾ പഠിക്കാറുള്ളതാണ് അല്ലെ. ഇത് ഏതിലാണ്? മലബാർ തീരസമതലത്തിൽ വരുന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളിൽ ഒന്നാണ് NW3. അതാണ് ഏത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കേട്ടോ. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ വേമ്പനാട്ട് കായൽ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്ന് കാണപ്പെടുന്നുണ്ട്. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി പക്ഷി സങ്കേതം, കുമരകം പക്ഷി സങ്കേതം, പാതിരാമണൽ ദ്വീപ് തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. നാഞ്ചിനാടും കുട്ടനാടും കോൾനിലങ്ങളും അടങ്ങുന്ന നെല്ലറ, നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂര് തുടങ്ങിയ മത്സ്യബന്ധന ഹാർബർ ഇതൊക്കെ ഈ മലബാർ തീരത്തിന്റെ പ്രത്യേകത. മലബാർ തീരം വരുമ്പോൾ നമുക്ക് കേരളത്തിന്റെ പ്രത്യേകതകളൊക്കെ എടുത്തു കാണിച്ചാൽ മതി അല്ലെ. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ പഠിക്കണം. 580 കിലോമീറ്റർ ആണ് ദൈർഘ്യം. അപ്പൊ കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് എന്ന് പഠിക്കണം. പിന്നെ ഇവിടെ കാണപ്പെടുന്ന ഭൂരൂപങ്ങളൊക്കെ പഠിക്കുക. വേമ്പനാട്ട് കായലും NW3യും തണ്ണീർത്തടങ്ങളും പക്ഷി സങ്കേതങ്ങളും കോൾനിലങ്ങളും ഒക്കെ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ 16 തീരസമതലത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുജറാത്ത് തീരസമതലവും മലബാർ തീരസമതലവും കൊങ്കൺ തീരസമതലവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കിഴക്കൻ തീരസമതലമാണ്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലും. നമ്മൾ അവിടെ എന്താ പഠിച്ചത്? പശ്ചിമഘട്ടം അല്ലെ. കിഴക്കൻ തീരസമതലത്തിനും ഉപദ്വീപീയ പീഠഭൂമിക്കും എന്ന് പറഞ്ഞു അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലാണ് ഗുജറാത്ത് തീരസമതലം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിഴക്കൻ തീരസമതലം നമുക്കറിയാം. കിഴക്കൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഏത് വരണം? ബംഗാൾ ഉൾക്കടൽ എന്ന് വരണം. പൂർവ്വഘട്ടത്തിനും അല്ലെ. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ. നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? ഇടുങ്ങിയ എന്നാണ് പറഞ്ഞത് കേട്ടോ. 16 തീരസമതലം എന്താണ്? ഇടുങ്ങിയ എന്നാണ് പറഞ്ഞത്. കിഴക്കൻ തീരസമതലം വീതി കൂടിയതാണ്. കിഴക്കൻ തീരസമതലം മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ. പ്രീവിയസ് ചോദ്യമാണ്. കിഴക്കൻ തീരസമതലം മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന 1800 കിലോമീറ്റർ ആണ് കിഴക്കൻ തീരസമതലത്തിന്റെ നീളം എന്ന് പറയുന്നത്. 1800 കിലോമീറ്റർ. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് കേട്ടോ. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. കാരണം ഇത് നാലും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. എന്നാൽ നർമ്മദ, താപ്തി ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് നർമ്മദയും താപ്തിയും. പക്ഷെ ഇത് പതിക്കുന്നത് അറബിക്കടലിലാണ് കേട്ടോ. അറബിക്കടലിലാണ്. ഇതൊരു ഉയർത്തപ്പെട്ട തീരമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം എന്ന് പറയുന്നത്. ഇനി കിഴക്കൻ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിക്കും. ഇവിടെ 1800 കിലോമീറ്റർ മറക്കരുത് കേട്ടോ. ഇനി കിഴക്കൻ തീരസമതലത്തെ രണ്ടായി തരംതിരിക്കാം. വടക്കൻ സിർക്കാസ് തീരം എന്നും കോറമാൻഡൽ തീരം എന്നും. ഇനി വടക്കൻ സിർക്കാസ് എന്താ നോക്കാം.
മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമുദ്ര ഭാഗമാണ് വടക്കൻ സർക്കാർ തീരം. മഹാനദി ഡെൽറ്റ മുതൽ പ്രദേശം മുതൽ ഇവിടെ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കേട്ടോ. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഒഡീഷ ശ്രദ്ധിക്കണം, വടക്കൻ സർക്കാർ തീരത്തിലാണ്. ഒഡീഷ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒഡീഷയിൽ ഇതൊരു ചോദ്യമാണ്. ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നും അറിയപ്പെടുന്നു. ഒഡീഷയിൽ ഉത്കൽ സമതലം, ആന്ധ്രാപ്രദേശില് ആന്ധ്രാ സമതലം എന്നും. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതലം. അതായത് ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് ഏത്? കൃഷ്ണ. ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണം? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി, നർമ്മദ, താപ്തി. അതിൽ നർമ്മദയും താപ്തിയും പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്നു. എന്നാൽ മഹാനദി, കൃഷ്ണയും ഗോദാവരിയും കാവേരിയും ഒക്കെ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് കേട്ടോ. ഇനി മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങൾ ഒന്നാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. വടക്കൻ സർക്കാർ തീരത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തടാകം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ഏത് തീരസമുദ്രത്തിന്റെ ഭാഗമാണ്? കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമാണ്. ഓക്കെ ആണോ? ഇനി ഇന്ത്യയിലെ ആന്ധ്രയിലെ മറ്റൊരു തടാകം ഏതാണ്? കൊല്ലേരു അല്ലെ? കൊല്ലേരു തടാകം അതും കിഴക്കൻ തീരസമുദ്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തടാകമാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ പടിഞ്ഞാറൻ തീരസമതലം പഠിച്ചില്ലേ? പടിഞ്ഞാറൻ തീരസമതലവും പഠിച്ചു, കിഴക്കൻ തീരസമതലവും നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ പടിഞ്ഞാറൻ തീരസമതലത്തിൽ എന്താണ്? തുറമുഖങ്ങൾ കൂടുതലാണ് കേട്ടോ. തുറമുഖം എന്താണ്? തുറമുഖം കൂടുതലാണ്. ഇവിടെ എന്താ? കുറവാണ് കേട്ടോ. തുറമുഖങ്ങൾ കുറവാണ്. പിന്നെ കായലുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമുദ്രത്തിലാണ്. ഇവിടെ കായലുകൾ കുറവാണ് കേട്ടോ. കായലുകൾ കുറവാണ്. ഇനി വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകള്, വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങൾ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളാണ് കേട്ടോ. പിന്നെ വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയതൊക്കെ മത്സ്യബന്ധന തുറമുഖങ്ങളാണ്. ഇതൊക്കെ കാണപ്പെടുന്നത് വടക്കൻ സിർക്കാസ് തീരത്തിലാണ്. ചിലപ്പോൾ നാളെ ഒരു ചോദ്യം, വിശാഖപട്ടണം, മസൂലിപട്ടണം തുറമുഖങ്ങൾ കാണപ്പെടുന്നത് ഏത് തീരപ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ്? വടക്കൻ സിർക്കാസ് തീരത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി അടുത്തത് കോറമാൻഡൽ തീരം. ഏതാണ്? കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീര സമതലമാണിത്. കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീര സമതലമാണിത്. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കോറമാൻഡൽ തീരത്തെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് പുലിക്കട്ട് തടാകം. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. പുലിക്കട്ട് തടാകം പ്രീവിയസ് ചോദ്യമാണ്. കോറമാൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട തടാകമാണ്. പുലിക്കട്ട് തടാകത്തിന്റെ തീരത്താണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിനടിയിലാണ്? പുലിക്കട്ട് തടാകത്തിന്റെ കേട്ടോ. പുലിക്കട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവാരം, കണ്ടൽക്കാട് തുടങ്ങിയവ ഈ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചു അല്ലെ? പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാടാണ് കേട്ടോ. പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. വേടന്തങ്കൽ പക്ഷി സങ്കേതം അല്ലെ? വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും തമിഴ്നാട്ടിലാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം നമ്മൾ രാവിലെ 10 AM ഒരു ക്വസ്റ്റ്യൻ പേപ്പർ LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ട്. 2021-26 ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്തു വരും 10 AM കേട്ടോ. പിന്നെ വൈകിട്ടായിരിക്കും ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്. ഓക്കെ. നാഗപട്ടണം, കടലൂർ എന്നിവ ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറാണ്. മക്കളെ ഇതൊക്കെ ഒന്ന് പഠിക്കണേ. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ ചോദ്യങ്ങൾ വരിക കേട്ടോ. ചിലപ്പോൾ ഈ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇട്ട് തരില്ല. നാഗപട്ടണം, കടലൂർ, നാളെ ഒരു ചോദ്യം, കടലൂർ മത്സ്യബന്ധന ഹാർബർ സ്ഥിതി ചെയ്യുന്നത് ഏത് തീരസമതലത്തിലാണ്? എന്ത് ചെയ്യൂടാ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയില്ല അല്ലെ? എക്സാം ഹാളിൽ നമുക്കത് അറിയില്ല. പക്ഷേ ഇത് വായിച്ചു പഠിച്ച്
ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് അറിയുള്ളൂ. ഈ ഒറ്റ എഴുത്തിൽ ഈ പഠിപ്പിലൊന്നും നമുക്ക് മനസ്സിലാകാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പഠിക്കണം കേട്ടോ. നാഗപട്ടണം ഹാർബറും കടലൂർ ഹാർബറും ഒക്കെ മത്സ്യബന്ധന ഹാർബർ സ്ഥിതി ചെയ്യുന്നത് കോറമാൻഡൽ തീരത്താണ്. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പൊ കോറമാൻഡൽ തീരത്ത് നിന്ന് ഈ കോറമാൻഡൽ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊങ്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഏരിയ നന്നായിട്ട് പഠിക്കുക. കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്നു. കാവേരി നദി ഡെൽറ്റയും ഈ ഭാഗമാണ്. പിന്നെ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമുദ്രത്തിന്റെ നെൽകൃഷിക്ക് അനുയോജ്യമാണ്. പിന്നെ കോറമാൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട ഒരു തടാകമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകം ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ തടാകത്തിന് അരികിലാണ്. പുലിക്കെട്ട് തടാകം, പോയിന്റ് കാലിമർ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവാരം, കണ്ടൽക്കാടൊക്കെ ഏതാണ് കോറമാൻഡൽ തീരത്തിന്റെ പ്രത്യേകതയാണ്. കടലൂർ മത്സ്യബന്ധന ഹാർബറും നാഗപട്ടണം ഹാർബറും ഒക്കെ എവിടെയാണ് കോറമാൻഡൽ തീരത്തിന്റെ പ്രത്യേകതയാണ്. ഇനി ദ്വീപുകള്, ഇന്ത്യ പ്രധാനപ്പെട്ട 2 ദ്വീപ് സമൂഹം നമ്മളിപ്പോ പടിഞ്ഞാറൻ തീരസമുദ്രം വ്യക്തമായി പഠിച്ചു, കിഴക്കൻ തീരസമുദ്രവും പഠിച്ചു. ഇനി ദ്വീപുകൾ എന്ന് പറയുമ്പോൾ 2 ദ്വീപുണ്ട്. നമുക്കറിയാം ലക്ഷദ്വീപ് ഉണ്ട്. ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അതില് ലക്ഷദ്വീപ് ഇതെല്ലാം ഞാൻ ഇത്ര നേരം വായിച്ചതും മുഴുവൻ SSCRT ആണ് കേട്ടോ. ഇനി ലക്ഷദ്വീപ്, ഇതിൽ കൂടുതലൊന്നും തീരസമുദ്രത്തെ കുറിച്ച് പഠിക്കാനില്ല. ഓക്കെ, ലക്ഷദ്വീപിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറിയിട്ട് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ലക്ഷദ്വീപ് പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് മീറ്റർ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപ്, പ്രീവിയസ് ചോദ്യമാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ് സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ കേട്ടോ. 36 ദ്വീപ് ഉണ്ടെങ്കിലും 10 ദ്വീപിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇതിൽ ഏറ്റവും വലുത്. ഓക്കെ, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. അതില് ഒരുപാട് ദ്വീപുകളുണ്ട്. ഇപ്പൊ 36 ദ്വീപ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആ 36 ദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത് ദ്വീപാണ് കേട്ടോ. ആന്ത്രോത്താണ്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. പവിഴജന്യ മണൽ ബീച്ചും ലഗൂണും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ തീരസമതലം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ SCRT ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. എല്ലാ ബയോളജിയും ഏകദേശം ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു വന്നിട്ടുണ്ട്. നമ്മൾ ന്യൂ SCRT പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. താഴെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അതെ, എങ്കിലല്ലേ നമുക്കൊരു എനർജി എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.